അബൂബക്കർ മുസ്ലിയാർ അവരുകളെ, ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ അവരുകളെ, എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള നമ്മളുടെ ബഹുമാനപ്പെട്ട MLA KT ജലീൽ, ബഹുമാനപ്പെട്ട ഹിസ് എക്സലൻസി ഉസ്മാൻ താൻഡിയ അംബാസിഡർ മലേഷ്യ അവരുകളെ, ഈ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാന്യനായ മുൻ MP അബ്ദുസ്സമദ് സമദാനി, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ മത പണ്ഡിതന്മാരെ, സുഹൃത്തുക്കൾ, പ്രവാസി പ്രശ്നത്തെ സംബന്ധിച്ചാണ് ഇവിടെ വളരെ വിശദമായി KT ജലീൽ നിങ്ങളോട് സംസാരിച്ചത്. അവരെ നമ്മളുടെ കേരളീയ സമൂഹത്തിന് അതിൻ്റെ പുരോഗതിയിൽ അവർ വഹിച്ചിട്ടുള്ള പങ്കിനെ സംബന്ധിച്ച് വളരെയേറെ സംസാരിക്കേണ്ട കാര്യമില്ല. കേരളത്തിൻ്റെ ഇന്നത്തെ മാറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് അവർ വഹിച്ചിട്ടുള്ളത്. അങ്ങനെ 10-30 ലക്ഷത്തോളം വരുന്ന പ്രവാസികൾ, അവരെ മഹാഭൂരിപക്ഷവും വളരെ പ്രയാസപ്പെട്ടാണ് അവരുടെ പ്രവാസി ജീവിതം നയിച്ചിട്ടുള്ളത്. സാമാന്യം ഭേദപ്പെട്ട ജോലി കിട്ടി നല്ല വരുമാനം സ്വീകരിച്ചു പോന്നവരല്ല. പ്രയാസകരമായ സാഹചര്യത്തിൽ വിഷമിച്ച് തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്ത് ആ കിട്ടുന്നത് നമ്മളുടെ രാജ്യത്തേക്ക് അയച്ച് രാജ്യത്തിൻ്റെ പൊതുവികാസത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ളവരാണവർ. ഒരു ചെറിയ ന്യൂനപക്ഷം ഭേദപ്പെട്ട സാഹചര്യത്തിൽ അവിടെ ജോലിയെടുക്കാനും വരുമാനമുണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത വിസ്മരിച്ചുകൊണ്ടല്ല. പക്ഷെ മഹാഭൂരിപക്ഷത്തിൻ്റെ ഈ സ്ഥിതി അത്ര സുഖകരമായിരുന്നില്ല. അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലിയെടുത്ത് കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ ഇപ്പോൾ നമ്മൾ കാണുന്ന കേരളത്തിൻ്റെ ഈ മാറ്റത്തിൽ വലിയ സംഭാവനയായിട്ട് അത് പരിണമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ തിരിച്ചു വരുന്ന പ്രവാസികളുടെ ദുഷ്കരമായ അവസ്ഥ എത്ര കണ്ട് പരിഹരിക്കാനാകും, അതിൽ എത്ര കണ്ട് അവരെ സഹായിക്കാൻ സാധിക്കും എന്ന് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ആലോചിച്ച് പരിപാടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് സംസ്ഥാന ഗവൺമെൻറ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ കിട്ടേണ്ടുന്ന ആനുകൂല്യത്തെ സംബന്ധിച്ചെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രവാസി ക്ഷേമ പദ്ധതി അത് നല്ലതുപോലെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനും നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും ഈ അവസരം അവർ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള ജലീൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ വിദ്യാഭ്യാസത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനവും പ്രസ്ഥാനവുമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പൊതു അവസ്ഥയെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച രവീന്ദ്രൻ സച്ചാർ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം
ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ പിന്നോക്കാവസ്ഥയുടെ പ്രധാനപ്പെട്ട ഘടകം വിദ്യാഭ്യാസപരമായിട്ട് അവർ പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിദ്യാഭ്യാസമാണ് എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്. നിർഭാഗ്യവശാൽ വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് ആ കാര്യത്തെ സംബന്ധിച്ച് വേണ്ടത്ര കാര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്തതിൻ്റെ ഫലമായി മറ്റു പല സമുദായങ്ങളും മുന്നോട്ട് പോകുമ്പോൾ പിറകിൽ നിൽക്കേണ്ടുന്ന ഒരവസ്ഥ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് വന്നു. വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ ഗൗരവവും പിഴവും മനസ്സിലാക്കി അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പരിശ്രമമാണ് പിന്നീട് നടന്നത്. അത് വലിയൊരു കുതിപ്പോടുകൂടി ഇന്ന് മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ. അതിലേറ്റവും മാതൃകാപരമായി മറ്റുള്ള മേഖലക്കാകെ തന്നെ മാതൃക കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പ്രസ്ഥാനമായിട്ടാണ് മർക്കസിനെ എല്ലാവരും കാണുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മതവിദ്യാഭ്യാസം അതിൻ്റെ പ്രാധാന്യം ഒരിക്കലും കുറച്ച് കണ്ടുകൊണ്ടല്ല, എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ആവശ്യം വേണ്ടുന്ന മറ്റ് മേഖലകളെ സംബന്ധിച്ചും എല്ലാ അറിവും കരസ്ഥമാകത്തക്കവണ്ണം ശാസ്ത്ര സാങ്കേതിക രംഗത്തും മറ്റ് പ്രധാനപ്പെട്ട എല്ലാ മേഖലകളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ന് ഇവിടെ നൽകുന്നത്. അത് പൊതുവിൽ സമൂഹത്തിനാകെ വലിയ മാറ്റമുണ്ടാക്കും. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നോക്കാവസ്ഥക്ക് പരിഹാരമാകും എന്നുള്ളത് മാത്രമല്ല, മറ്റ് സമുദായങ്ങളെപ്പോലെ തല ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വിലസാനുള്ള അവസരം അതുണ്ടാക്കുകയാണ്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി വരും കാലങ്ങളെ കണ്ട് അതിൽ വരാവുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അതിലേക്ക് നടന്നു കയറാൻ പ്രാപ്തി നേടുന്ന തരത്തിൽ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് വേണ്ടി പാഠ്യ പദ്ധതികൾ തയ്യാറാക്കി അതിനാവശ്യമായിട്ടുള്ള സംരക്ഷണവും സൗകര്യവും ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രവൃത്തി അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ അവർകൾ തീർച്ചയായിട്ടും കേരളീയ സമൂഹത്തിനൊരു മാതൃകയാണ് എന്ന് ഇവിടെ പ്രസ്താവിച്ചുകൊണ്ട് പ്രവാസികളുടെ ക്ഷേമ പദ്ധതികൾ അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനും കാലോചിതമായ മാറ്റങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് അതിനെ കൂടുതൽ ശക്തമാക്കാനും കേരളീയ സമൂഹത്തിൻ്റെ വളർച്ചയിൽ പ്രവാസികളുടെ പങ്ക് എല്ലാ മേഖലകളിലും അത് വരച്ചു കാണിക്കാനും കഴിയത്തക്കവണ്ണം ആ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം പ്രവാസികളുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യുന്ന ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മർക്കസ് സമ്മേളനത്തോടനുബന്ധിച്ച് നൽകുന്ന മൊമെന്റോ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് മർക്കസ് ജനറൽ സെക്രട്ടറി